ഹലോ, ബാക്കി സ്റ്റിച്ചസ് നോക്കിയാലോ? അപ്പോൾ ദേ സ്ലിപ്പ് നോട്ട് ഇടാം. ഇവിടെ നമ്മൾ 12 ചെയിൻ സ്റ്റിച്ചാണ് ഇടണത്. അപ്പം നമ്മൾ ഇന്ന് എന്താ നോക്കണേന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഡബിൾ ക്രോഷ്യ എന്നുള്ള സ്റ്റിച്ചാണ്. അപ്പോൾ ഇവിടെ 12 ചെയിൻ സ്റ്റിച്ച് ഇടാം. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ. നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തപ്പോൾ അവിടെ ഒരെണ്ണം സ്കിപ്പ് ചെയ്തു. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ 2 ചെയിൻ സ്കിപ്പ് ചെയ്യും. ഇവിടെ നമ്മൾ 3 സ്കിപ്പ് ചെയ്ത് 4-മത്തേലേക്ക് വേണം ഇൻസേർട്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ യാൺ ഓവർ ചെയ്തതിന് ശേഷം വേണം 4-മത്തെ സ്റ്റിച്ചിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ. യാൺ നമ്മൾ ആ സ്റ്റിച്ചിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹുക്കിനകത്ത് 3 ലൂപ്പ് കാണും. പിന്നെ നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ട് വേണം ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ. യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചിനകത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് യാൺ വലിക്കുക. അപ്പോൾ നമ്മുടെ 3 ലൂപ്പ് കാണും. അതിനുശേഷം നമ്മൾ 2 വലിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെയും 2 വലിക്കുക. ഇതാണ് നമ്മൾ ഡബിൾ ക്രോഷ്യയിൽ ചെയ്യണത്. ഇങ്ങനെ നമ്മൾ ബാക്കി സ്റ്റിച്ചസിനകത്ത് എല്ലാം ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. നമ്മൾ ടോട്ടൽ 12 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് എല്ലാം ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. സ്റ്റിച്ചസ് എല്ലാം നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സ്പീഡും വന്നോളും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നമുക്ക് പ്രൊജക്റ്റ് അടുത്തത് ഏതാ വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ നമുക്കതൊക്കെ ചെയ്യാലോ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇടണം. നിങ്ങൾ എത്ര ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ അത്രയും ചെയിൻ എന്ത് ചെയ്യണം, അടുത്ത റോയിലേക്ക് പോകാൻ അത്രയും ചെയിൻ നിങ്ങൾ ഇട്ട് കൊടുക്കണം. നമ്മളിവിടെ 3 ചെയിനാണ് സ്കിപ്പ് ചെയ്തിട്ട് 4-മത്തേലേക്കാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളിവിടെ 4 ചെയിൻ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളിത് കൗണ്ട് ചെയ്യുന്ന സമയത്തും നമുക്കിവിടെ 10 ഹാഫ് ഡബിൾ ക്രോഷ്യറ്റ് ആയിരിക്കും കിട്ടുക. നിങ്ങൾ ചെയിൻ 3 ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ യാൺ ഓവർ ചെയ്തിട്ട് ആ സെയിം പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ആ ബാക്കി വന്ന സ്റ്റിച്ചസിനകത്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സെക്കൻഡ് റോയും കംപ്ലീറ്റ് ചെയ്ത് കിട്ടും. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ അതെ, നമ്മളിവിടെ 2-മത്തെ റോയും കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരി, മറക്കണ്ട, ബാക്കി സ്റ്റിച്ചസായിട്ട് നാളെ കാണാം. ബൈ ബൈ.